ആയിരക്കണക്കായ മുഅ്ജിസത്തുകൾ, അതിലേറ്റവും വലിയ മുഅ്ജിസത്തും എന്നെന്നും നിലനിൽക്കുന്നതുമായ മുഅ്ജിസത്തുമാണ് പരിശുദ്ധ ഖുർആൻ. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ആ ഖുർആൻ ഇവിടെ വിളംബരപ്പെടുത്തിയ, പ്രചരിപ്പിച്ച, നമുക്ക് കൈമാറിയ ഇസ്ലാം എന്ന സന്ദേശം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്നതിന്റെ മറ്റൊരു സാക്ഷ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ അക്ഷരം പഠിച്ച ആളല്ല. എഴുതാൻ അവിടത്തേക്ക് അറിയില്ല, വായിക്കാൻ അവിടത്തേക്ക് അറിയില്ല. ഇതിനു മുമ്പ് ഒരു പുസ്തകവും വായിച്ചിട്ടില്ല. അങ്ങനെയുള്ള നിരക്ഷരനായ ഒരു വ്യക്തി ഏത് അക്ഷരജ്ഞാനിയെയും അത്ഭുതപ്പെടുത്തുന്ന സാഹിത്യ സമ്പുഷ്ടമായ, ആശയസമ്പുഷ്ടമായ, സർവവൈജ്ഞാനിക ശാഖകളുടെയും സമാഹാരമായ അത്ഭുത ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലൂടെ മാനവ സമൂഹത്തിന്റെ ജീവിത സംഹിത അവിടെ അവതരിപ്പിച്ചു എന്നത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ആ സന്ദേശങ്ങൾ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കുമ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇതുപോലുള്ള അവരെക്കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും പ്രത്യേകം സന്ദർഭോചിതമാകുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തു പിടിച്ച് മുന്നോട്ട് പോയ നേതാവാണ്. അവിടെ നിന്ന് എന്താണ് ലോകത്തിന് നൽകിയ സന്ദേശം? പരിശുദ്ധ ഖുർആൻ ഓതി അവിടുന്ന് പറഞ്ഞു, വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ആരാധന എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സമർപ്പിക്കുന്ന അങ്ങേ അറ്റത്തെ ആദരവും വിനയവുമാണ്. അതൊരു മനുഷ്യൻ സമർപ്പിക്കേണ്ടത് ആരുടെ മുമ്പിലായിരിക്കണം? സ്രഷ്ടാവിന്റെ മുമ്പിലായിരിക്കണം. സൃഷ്ടികൾ, അത് സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും വേറെ എന്താണെങ്കിലും, മാതാപിതാക്കൾക്ക് ജനിച്ച മനുഷ്യരാണെങ്കിലും അവരൊക്കെ നമ്മളെപ്പോലെയുള്ള സൃഷ്ടികളാണ്. സൃഷ്ടികളെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കേണ്ടവനല്ല മനുഷ്യൻ. മറിച്ച് ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ശൈഇൻ ഫഅ്ബുദൂഹ്. അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനല്ലാതെ ഒരാരാധ്യനില്ല. ആരാണവൻ? ഖാലിഖു കുല്ലി ശൈഇ, സർവചരാചരങ്ങളെയും പടച്ചവനാണ്. ഫഅ്ബുദൂഹ്, ആ കാരണം കൊണ്ട്, അവനാണ് ഖാലിഖ് എന്ന കാരണം കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. ആർക്കും ഉൾക്കൊള്ളാവുന്ന ഒരാശയമാണ്. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനെയല്ലേ അവന്റെ അടിമകൾ ആരാധിക്കേണ്ടത്. ഇതാണ് സർവ പ്രവാചകന്മാരും ഇവിടെ പഠിപ്പിച്ച അടിസ്ഥാന ആശയം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബി പറഞ്ഞു, ഞാനും എൻ്റെ മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച അടിസ്ഥാന ആദർശം, സന്ദേശം, ആരാധനക്കർഹൻ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു മാത്രമാണ് എന്നതാണ്. എന്നാൽ ആ അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും അവൻ വാഗ്ദാനം ചെയ്ത സ്വർഗവും ലഭിക്കണമെങ്കിൽ എന്തു വേണം? നാം എല്ലാവരെയും ചേർത്തു പിടിച്ച് അവരോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കണം. തുടർന്ന് അവിടുന്ന് ഓതി കേൾപ്പിച്ചതെന്താ? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. കാരണം എന്താണ്? സ്രഷ്ടാവ് അള്ളാഹു ആണെങ്കിൽ സൃഷ്ടിക്കാൻ കാരണക്കാരാരാണ്? നമ്മളെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് സ്രഷ്ടാവിന് ആരാധനകൾ അർപ്പിക്കുക എന്ന പ്രഥമ ബാധ്യതയോടൊപ്പം അള്ളാഹു ചേർത്ത് നമുക്ക് നിർബന്ധമാക്കിയ കാര്യമെന്താ? സൃഷ്ടികർമ്മത്തിന് കാരണക്കാരായി വർത്തിച്ച മാതാപിതാക്കളെ എപ്പോഴും ഒപ്പം കൂട്ടണം, അവർക്ക് ഗുണം ചെയ്തു കൊടുക്കണം, അവരെ വിഷമിപ്പിക്കരുത്. അവിടെയാണ് നമുക്ക് സ്വർഗമുള്ളത്. മദീനയിലേക്ക് യമനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വരികയാണ്. അദ്ദേഹം അന്ന് കുതിരപ്പുറത്തും കാൽനടയൊക്കെ ആയി മദീനയിൽ എത്തിച്ചേർന്ന് തന്റെ ആഗ്രഹം സമർപ്പിക്കുന്നു, നബിയെ, ഈ രാജ്യത്തിന്റെ സൈന്യത്തിൽ ഒരംഗമായി ചേരാൻ എനിക്കതിയായ താല്പര്യമുണ്ട്, അവിടെ നിന്ന് എന്നെ സൈന്യത്തിലേക്ക് എടുക്കണം. പിന്നാര നബി തങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ചെന്നോണം ചോദിക്കുകയാണ്, അലക്ക വാലിദാ, സുഹൃത്തെ, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, പ്രായമുള്ള ഒരു ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ഉടനെ അവിടുന്ന് പറഞ്ഞു, ഇർജി, എന്നാൽ നീ യമനിലേക്ക് തന്നെ തിരിച്ചുപോയി ഫജാഹിദ് ഫിഹാ, ആ ഉമ്മയുടെ കാര്യത്തിലാണ് നീ കഠിനാധ്വാനം ചെയ്യേണ്ടത്. ആ ഉമ്മക്ക് ഖിദ്മ ചെയ്ത് സേവനം ചെയ്താൽ നീ ജീവിക്കേണ്ടത്.
ഫഇന്ന ജന്നതക തഹത ഖദമൈഹാ, നിന്റെ സ്വർഗം കിടക്കുന്നത് ആ മാതാവിന്റെ കാൽച്ചുവട്ടിലാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സന്ദേശം ഇന്ന് ഏറെ പ്രസക്തമല്ലേ സുഹൃത്തുക്കളെ? കുടുംബത്തിൽ 2 അല്ലെങ്കിൽ 1 മക്കളാണ് എല്ലാവർക്കും. പെൺകുട്ടികളാണെങ്കിൽ കെട്ടിച്ചയച്ചു, അവർ വേറെ പോയി. ആൺകുട്ടികളാണെങ്കിൽ വിദേശത്തേക്ക് നാട് കടന്നുപോയി. യൂറോപ്പിലേക്ക് പോയവരാരും പിന്നെ തിരിച്ചു വരുന്നുമില്ല. പ്രായമുള്ള മാതാപിതാക്കൾ ഇവിടെ നിന്ന് വേദന കഴിയുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പ്രഖ്യാപിച്ചത് ഇബാദത്ത് അള്ളാഹ്ക്ക് കൊടുക്കുന്നതിന്റെ കൂടെ മാതാപിതാക്കളെ നിങ്ങൾ ചേർത്തു പിടിക്കണം. ഒരു ചെറുപ്പക്കാരൻ അതാ തന്റെ പിതാവിനോടൊപ്പം മുത്തുനബിയുടെ മുന്നിലേക്ക് നടന്നു വരികയാണ്. നബി തങ്ങൾ ചോദിച്ചു, ആരാ മോനെ ആ പിറകിൽ വരുന്നത്? അയാൾ പറഞ്ഞു, അതെന്റെ വാപ്പയാണ്. അവിടുന്ന് താക്കീത് ചെയ്തു, മേലിൽ പിതാവിനെ പിന്നിൽ നടത്തി, നീ മുന്നിൽ നടന്നു പോകരുത്. വാപ്പാക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, പിതാവ് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ നടുവാതിലാണ്. ആ വാതിൽ വേണമെങ്കിൽ നിനക്ക് സ്ഥിരപ്പെടുത്തി അവിടെ നിലനിർത്താം, അല്ലെങ്കിൽ അത് അടച്ചു കളയാം. എന്ന് പറഞ്ഞാൽ വാപ്പയുടെ പൊരുത്തം സമ്പാദിച്ചെങ്കിലേ നിന്റെ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കൂ, അല്ലെങ്കിൽ അത് അടക്കപ്പെട്ടു പോകും. ഇങ്ങനെ പഠിപ്പിച്ച പ്രത്യയശാസ്ത്രമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് കൈമാറിയിട്ടുള്ളത്. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, മാതാപിതാക്കൾക്ക് മാത്രം പരിഗണനയും സ്നേഹവും കൊടുത്താൽ പോരാ, വബിദിൽ ഖുർബ, നിന്റെ അടുത്ത ബന്ധുക്കളോടൊക്കെയും നിനക്ക് സ്നേഹവും കാരുണ്യവും ചൊരിയണം. നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ ഏറെ സ്നേഹത്തോടെയും മമതയോടെയും ജീവിക്കേണ്ടവരാണ്. അവരാണ് ഒരു കുടുംബത്തിന്റെ 2 മാതൃകകൾ. അവരെ കണ്ടുകൊണ്ടാണ് ഒരു പുതിയ തലമുറ വളരേണ്ടത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം സുദൃഢമായിരിക്കണം. ആ ബന്ധത്തെ ഊഷ്മളമാക്കുമ്പോഴാണ് നല്ല കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്ത ഒരാശയമാണ് സുഭദ്രമായ കുടുംബ സംവിധാനം. കുടുംബത്തിൽ വിള്ളലില്ലാതെ അത് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി ഒരുപാട് ആശയങ്ങൾ അവിടുന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? വഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ഭാര്യമാർ നിങ്ങൾക്കുള്ള വസ്ത്രങ്ങളാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രങ്ങളാണ്. ഈ 2 വിഭാഗത്തിന്റെയും പരസ്പര ബാധ്യതകളെ സൂചിപ്പിക്കാൻ വസ്ത്രം ലിബാസ് അഥവാ ശരീരത്തിൽ ധരിച്ച ഉടയാടകൾക്കാണ് ലിബാസ് എന്ന് പറയാറുള്ളത്. അതിനോളം മുന്തിയ വേറൊരു വസ്തുവിനെ ഉപമിക്കാനില്ല. വാഹനം പോലെയാണെന്ന് പറഞ്ഞില്ല, വീട് പോലെയാണെന്ന് പറഞ്ഞില്ല, ഭക്ഷണം പോലെയാണെന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? വസ്ത്രം പോലെ മനുഷ്യരുമായി ബന്ധമുള്ള വേറൊരു സാധനം ഈ ഭൂമിയിലില്ല. നമ്മൾ വീട്ടിലാണെങ്കിൽ വസ്ത്രം ധരിക്കുന്നു, പുറത്തിറങ്ങുമ്പോൾ വസ്ത്രം ധരിക്കുന്നു, കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വസ്ത്രമുണ്ട്. പോരാ, മരിച്ചു പിരിഞ്ഞാലും നമ്മൾ ഖബറിലേക്ക് പോകുമ്പോഴും ആഭരണം മുതൽക്കെല്ലാം അഴിച്ചു വെച്ചാലും നമ്മളെ കൂടെ ഖബർ വരെ വരുന്ന വസ്തു ഏതാണ്? നമ്മളെ വസ്ത്രമാണ്. അതുപോലത്തെ ഒരു സാധനം മനുഷ്യനുമായി ബന്ധമുള്ളത് വേറെയില്ല. ആ രീതിയിൽ ഗാഢമേറിയ ആഴമുള്ള ബന്ധമായിരിക്കണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകേണ്ടത്. ഇതിന്റെ ഒരാശയമാണത്. അതേപോലെ തന്നെ ഈ വസ്ത്രം എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ ധരിക്കുന്നത്? പലതും മറച്ചു വെക്കാനാണ്, പുറത്ത് കാണിക്കാൻ പറ്റാത്തത് മറച്ചു പിടിക്കാനാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം വസ്ത്രം പോലെയാണെന്ന് പറഞ്ഞാൽ ഭർത്താവിൽ നിന്ന് പുറത്ത് അറിയാൻ പാടില്ലാത്തത് ഭാര്യ പറഞ്ഞു നടക്കരുത്. ഒരു ഭാര്യയുടെ ന്യൂനതകളെ വിളംബരപ്പെടുത്താൻ ഒരു ഭർത്താവ് മുതിരാൻ പാടില്ല. അത് കൂട്ടുകാരോടും നാട്ടുകാരോടും കുടുംബക്കാരോടും വിളിച്ചു പോവാൻ പാടില്ല. ആ രഹസ്യം വസ്ത്രം കൊണ്ട് മൂടിപ്പൊതിക്കുന്നത് പോലെ പരസ്പരം അവർ മറച്ചു പിടിക്കണമെന്നാണ് ഈ സൂക്തം നൽകുന്ന മറ്റൊരാശയം. അതോടൊപ്പം തന്നെ വസ്ത്രത്തിന്റെ മറ്റൊരു സവിശേഷത എന്താണ്? മനുഷ്യനോട് ഇതുപോലെ ഇഴകിച്ചേർന്ന വേറെ ഏത് സാധനമാണുള്ളത്? നമ്മളെ രഹസ്യ ഭാഗങ്ങളെ തൊട്ടുരുമി നിൽക്കാൻ സ്വാതന്ത്ര്യമുള്ളത് ഉടയാടകൾക്ക് മാത്രമല്ലേ? ഇതുപോലെയാണ് ഭാര്യയും ഭർത്താവും. അവരുടെ ലോകത്ത് സ്വകാര്യതയില്ല, രഹസ്യങ്ങളില്ല. അവര് 2 മേനിയാണെങ്കിലും ഒരേ ശരീരമായി തന്നെ ജീവിക്കേണ്ടവരാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആന്റെ സാഹിത്യമെന്ന് നമ്മൾ ആലങ്കാരികമായി പറയുന്നതല്ല. ഖുർആനിന്റെ ഓരോ വചനങ്ങളുടെയും
അകപ്പരുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. നിരക്ഷരനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സന്ദേശങ്ങൾ കൈമാറാൻ അവിടുന്ന് ഖുർആനോദി പഠിപ്പിച്ച ആശയങ്ങൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ കുടുംബങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം നിലനിർത്തി പോകാൻ പറഞ്ഞു. അവിടെ തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീ സമൂഹം കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇന്ന് നമുക്കറിയാം സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ ചർച്ചകൾ എല്ലാ കാലത്തും നടക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് സ്ത്രീകൾക്ക് ജീവിക്കാനും ജനിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ആദ്യം വാങ്ങിക്കൊടുത്തത്. 6-ാം നൂറ്റാണ്ടിലെ ചരിത്രം ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ, പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പെൺകുഞ്ഞാണ് പിറന്നതെങ്കിൽ പെൺകുട്ടിയുടെ പിതാവ് എന്ന് പുറം ലോകം അറിയുന്നത് അപമാനമായി കണ്ട ഒരു സമൂഹത്തോടാണ് മുത്തുനബി പറയുന്നത്. മൻ കാനത് ലഹു ഉൻസ ഫലം യുഇദ്ഹാ വലം യുഹിൻഹാ വലം യുഅ്സിർ വലദഹു അലൈഹാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. ആർക്കെങ്കിലും ഒരു പെൺകുഞ്ഞ് ജനിച്ച് അവളെ കുഴിച്ചു മൂടിയില്ല, അവളെ അവൻ അവഹേളിച്ചില്ല, അവളെക്കാൾ ആൺകുട്ടിക്ക് പ്രാധാന്യം കൊടുത്തതുമില്ല എങ്കിൽ ആ ഒരു കാരണം കൊണ്ട്, ഒരു പെൺകുഞ്ഞിനെ പോറ്റി വളർത്തിയ കാരണം കൊണ്ട് അവർക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ നോക്കൂ, ഇന്ന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് സ്ത്രീകൾ എല്ലാ നിലക്കും അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സെലിബ്രിറ്റികൾ എന്ന രീതിയിൽ അനേകം ആരാധകരുള്ളവരാണ് സിനിമാ നടിമാര്. എന്നാൽ അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഹേമ കമ്മിറ്റി പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് കേരളീയർ നേരത്തെ അടക്കം പറഞ്ഞ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടപ്പോഴാണ് എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് ഒരു തൊഴിൽ മേഖലയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ആ തൊഴിൽ മേഖലയിലേക്ക് പോകണമെങ്കിൽ ഒന്നിക്കൽ കൂടെ അച്ഛൻ വേണം, അല്ലെങ്കിൽ അമ്മ വേണം, സഹോദരനോ സഹോദരിയോ കൂടെ ഉണ്ടാവണം. ആ വിധത്തിലേക്ക് ഭയത്തോടെയാണ് ആ തൊഴിലിന് വേണ്ടി പലരും പോകുന്നത് എന്ന് നമ്മൾ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ, വലിയ പുരോഗമനവാദികളായും പുരോഗതി കൈവരിച്ചവരായും ലോകം തെറ്റുദ്ധരിച്ച സഹോദരിമാരുടെ ഉള്ളറകളുടെ അവസ്ഥയാണ് ഇത് എങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് സ്ത്രീയെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ക്യാമറ ഒപ്പിയെടുക്കുന്നത് സ്ത്രീയുടെ വ്യക്തിത്വത്തെയല്ല, അവളിലുള്ള കലാബോധത്തെയോ അവളിലുള്ള അഭിനയത്വത്തെയോ അല്ല, മറിച്ച് അവളുടെ അവയവങ്ങളുടെ ലാവണ്യത്തെയാണ്, ആ സൗന്ദര്യത്തെയാണ്. അത് വിൽപ്പന ചരക്കാക്കിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കുന്ന ആളുകൾ പണം കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുരക്ഷിതമായ സംവിധാനങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബത സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഇന്ന് ഏറ്റവും അധികം പെൺകുട്ടികൾക്ക് പീഡനമുണ്ടാകുന്നത് എന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അവിടുന്ന് തുടങ്ങിയ നബിതങ്ങൾ സുരക്ഷയുടെ കാര്യം നമ്മളൊക്കെ പഠിച്ചൊരു ഹദീസല്ലേ. 7 വയസ്സായാൽ നമ്മളെ മക്കൾക്ക് നമ്മൾ ഇബാദത്തുകൾ പരിശീലിപ്പിക്കണം. 10 വയസ്സായാൽ അത് കർശനമായി നമ്മൾ ഉപദേശിക്കണം. അതോടൊപ്പം നബിതങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളെ കുട്ടികൾക്ക് 10 വയസ്സെത്തിയാൽ ഉറക്കറയിൽ നിങ്ങൾ അവരെ വേർപിരിക്കണം. 10 വയസ്സായ മകനെയും മകളെയും ഒരു ബെഡിൽ നിങ്ങൾ കിടത്തി ഉറക്കാൻ പാടില്ല. 10 വയസ്സായ മകളുടെ കൂടെ സ്വന്തം വാപ്പ കിടന്നുറങ്ങാൻ പാടില്ല. 10 വയസ്സായ മകനെയും വെച്ച് ഉമ്മ കിടന്നുറങ്ങാൻ പാടില്ല. ഇതെന്തിനാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഈ വയസ്സെത്തുമ്പോഴേക്ക് കുട്ടികളുടെ ഒക്കെ മനസ്സിൽ വൈകാരികമായ ചില ചിന്തകളൊക്കെ ഉടലെടുക്കുന്ന സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ മക്കളിൽ നിന്ന്, ആ മക്കളുടെ ജീവിതാനുഭവത്തിലേക്ക് അരുതാത്ത വല്ലതും സ്വന്തം ബന്ധുമിത്രാദികളിൽ നിന്നുണ്ടായിപ്പോയാൽ ആ കുട്ടികൾക്ക് കുടുംബത്തോട് മാത്രമല്ല മനുഷ്യവംശത്തോട് തന്നെ വെറുപ്പാകും. എല്ലാവിധത്തിലുള്ള തിന്മകളിലേക്കും അവർ വലിച്ചയക്കപ്പെടും. അവിടുന്ന് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പമാണ് പുറത്തേക്ക് സ്ത്രീകൾ പോകുന്ന സമയത്ത് ആണും പെണ്ണും എന്ന് പറയുന്നത് ഇരുമ്പും കാന്തവും പോലെയാണ്. അത് പരസ്പരം ആകർഷിക്കപ്പെടും. ആര് എന്ത് വലിയ എൻ്റെ അമ്മയാണ് പെങ്ങളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവൾക്ക് സുരക്ഷിതമായ വസ്ത്രധാരണ അത് പറയുന്നു. ഹേമ കമ്മിറ്റി വിശദീകരിച്ചല്ലോ. അവരെന്താ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്? ഇപ്പോൾ പല സഹോദരിമാരും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഏറെക്കുറെ അവർക്കും അതിന് കാരണക്കാരായി മാറുന്നതിൽ പങ്കുണ്ട്.
പലരുടെയും വേഷവിധാനങ്ങൾ കണ്ടാൽ തന്നെ തോന്നുക അവരുടെ ആ ശരീരഭാഷ തന്നെ എന്താ വിളിച്ചു പറയണത്, എന്നൊന്ന് പീഡിപ്പിച്ചു തരുമോ എന്ന രീതിയിലാണ് അവരുടെ ശരീരഭാഷയുള്ളത്. ആ ഒരു അവസ്ഥ മാറാതെ ഒരിക്കലും ഈ കയ്യേറ്റങ്ങൾക്ക് അറുതി ഉണ്ടാവൂല. അവിടെയാണ് വിശുദ്ധ ഖുർആനോദി മുത്തുനബി പറഞ്ഞു, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽന യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക. ഓ നബിയെ, അവിടുത്തെ ഭാര്യമാരോടും അവിടുത്തെ പെൺമക്കളോടും അതോടൊപ്പം തന്നെ വനിസാഇൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഭാര്യമാരോടും പെൺമക്കളോടും അവിടുന്ന് പറയണം നബിയെ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവർ പുറത്തു പോകുന്ന സമയത്ത് ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രം ധരിച്ചു പോകണം. എന്തിനു വേണ്ടിയാണ്? അവര് മറ്റു തോന്നിവാസം ആഗ്രഹിക്കുന്ന സ്ത്രീകളല്ലെന്നറിയപ്പെടാനും അതുവഴി അവർ ആക്രമിക്കപ്പെടാതിരിക്കാനും കയ്യേറ്റം ചെയ്യപ്പെടാതിരിക്കാനുമാണ് ആ ഒരു വേഷം ധരിക്കണമെന്ന് പറഞ്ഞത്. അവരെ അവഹേളിക്കാനല്ല, അവരെ സൗന്ദര്യം ആർക്കെങ്കിലും കണ്ട് ആസ്വദിക്കാനുള്ളതല്ല. അത് പലപ്പോഴും അതിന്റെ അപകടം അവരാണ് അനുഭവിക്കുക. പരിശുദ്ധ ഖുർആൻ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്ത്രീ സുരക്ഷയുടെ പാഠങ്ങളാണ്. അങ്ങനെ സർവർക്കുമുള്ള സംരക്ഷണവും ചേർത്തുപിടിക്കലുമാണ് പ്രവാചകന്റെ സന്ദേശം. ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. കറുത്ത വർഗക്കാർ ഇന്നും ലോകത്ത് അവഹേളിക്കപ്പെടുകയല്ലേ? നിങ്ങൾ നോക്കൂ, മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന്റെ അന്ന് മക്കയിലേക്ക് കടന്നു വന്നു. പരിശുദ്ധ കഅബ ഇസ്ലാമിന്റെ കീഴിൽ വന്നു. ആ കഅബയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നബിതങ്ങൾ ആരെയാണ് കൂടെ കൂട്ടുന്നത്? ഇടത്തും വലത്തൊക്കെ ഉമർ ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുണ്ട്, അങ്ങനെ നിരവധി മഹാന്മാര് കൂടെയുണ്ട്. ഇവരെല്ലാവരുമുള്ള സമയത്ത് ആ സമയത്ത് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് കൂടെ കൊണ്ടുപോയത്? രണ്ട് കറുത്ത മനുഷ്യന്മാരെ. ഒന്ന് സയ്യിദുനാ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു, രണ്ട് സയ്യിദുനാ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. ഈ രണ്ടുപേരെയും കൂട്ടിയാണ് നബി തങ്ങൾ അങ്ങോട്ട് പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞു ളുഹ്ർ ബാങ്കിന്റെ സമയമായപ്പോൾ ആരെയാണ് മുത്തുനബി ആ ബാങ്ക് വിളിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നത്? നേരത്തെ ഇതേ മക്കയിൽ കരിങ്കല്ല് നെഞ്ചത്ത് വെച്ച് പീഡിപ്പിക്കപ്പെട്ട സയ്യിദുനാ ബിലാൽ ബിൻ റബാഹ് തങ്ങളോട് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ഈ രംഗം കണ്ട പലർക്കും സഹിക്കാൻ പറ്റിയില്ല. അന്ന് ഹാരിസ് ബിൻ ഹിഷാം സങ്കടത്തോടെ പറഞ്ഞതെന്താ? വാസുക്ല ലൈതനി മിത്തു ഖബ്ലൻ അറാ ബിലാലൻ ഫൗഖൽ കഅബ. കഅബയുടെ മുകളിൽ ബിലാലിനെ കാണുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതൊന്നും അവർക്ക് സങ്കല്പിക്കാൻ പറ്റിയതല്ല. ഒരു കറുത്ത വർഗക്കാരൻ കഅബയിൽ കയറൽ പോയിട്ട് അതിന്റെ മുകളിൽ കയറുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും അവർക്ക് സങ്കല്പിക്കാൻ പറ്റിയതല്ല. മുത്തുനബി എല്ലാ വൈജാത്യങ്ങളെയും തട്ടിമാറ്റി മനുഷ്യരൊന്നാണ്, ഇലാഹു ഒന്നാണ്, ഒരേ മാതാപിതാക്കളെ മക്കളാണ്. ഈ നിലക്ക് ലോകത്ത് ഏകതയുടെയും ഐക്യത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശം നമുക്ക് കൈമാറി തന്ന നേതാവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയാനും പഠിക്കാനും പകർത്താനും വേണ്ടിയാണ് അവിടുത്തെ മീലാദ് ആഘോഷം ലോക മുസ്ലിമീങ്ങൾ ആചരിക്കുന്നത്. അതിന് കൂടുതൽ അല്ലാഹു നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.